മുല്ലപ്പെരിയാർ ഡാമിന്റെ സേഫ്റ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമാണ് മുല്ലപ്പെരിയാറിൽ ആശങ്ക വേണ്ട, മുല്ലപ്പെരിയാറിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി. വിഷയത്തിൽ സംസ്ഥാനത്തിൻ്റെ മുൻ നിലപാടിൽ മാറ്റമില്ല. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് പറഞ്ഞത്. സംഗതി സംസ്ഥാനത്തിൻ്റെ മുൻ നിലപാടിൽ മാറ്റമില്ല എന്നൊക്കെ അങ്ങേര് പറഞ്ഞാലും പിണറായി വിജയൻ സഖാവിൻ്റെ നിലപാടിലൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി ആളുകൾ വയനാട് ഡിസാസ്റ്റർ കണ്ണിൻ്റെ മുന്നിൽ കണ്ട് അവിടെ ഉണ്ടായ ഒരു അവസ്ഥ നമ്മളിങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചിനകത്തൊരു പേടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാം ഇത് എന്ത് സംഭവിക്കും? ഓക്കെ, ടെക്നിക്കലി കുറേ പേര് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അല്ലാതെ ആ ഡാമുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഡാമിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയ ആളുകളും എന്ത് പറയുന്നുണ്ട്? ഈ ഡാം അവിടെ ഇരിക്കുന്നത് ഡേഞ്ചറാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജനങ്ങളുടെ പേടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിലെ മലയാളികൾ നമ്മൾ ഒരു ദുരന്തം മുന്നിൽ കണ്ടതിന് ശേഷം ഇനിയൊരു ദുരന്തം വേണ്ട എന്നുള്ള രീതിക്കാണ്. ഇനി ഇത് വയ്യ, കാരണം സർവൈവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോരുത്തരും മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞിട്ട് അവരവരുടെ പെർസ്പെക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ കൺസേൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പണ്ട് എന്തായിരുന്നു പിണറായി സഖാവ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞതെന്നുള്ളത് സഖാവ് മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അന്നത്തെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. 2011 ഡിസംബർ 8 മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി 208 കിലോമീറ്റർ ലോങ് ഹ്യൂമൻ ചെയിൻ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് മനുഷ്യച്ചങ്ങല തീർത്തിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യച്ചങ്ങല തീർത്ത സമയത്ത് അന്ന് പിണറായി സഖാവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം ടു ബാക്ക് വാട്ടേഴ്സ് ഓഫ് കൊച്ചി, ഇതായിരുന്നു അന്ന് ഹ്യൂമൻ ചെയിൻ തീർത്ത സമയത്തുണ്ടായിരുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആൻഡ് ഡെസ്റ്റിനേഷൻ. അപ്പം ആ ടൈമിൽ പിണറായി സഖാവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അത്തരമൊരു ആപൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ ഉണ്ടായത്. റിച്ചർ സ്കെയിൽ 6 മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാനിടയുണ്ട്, തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ്. അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് 2 മാർഗങ്ങൾ പറയുന്നത്. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അത് 136 അടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നതിന് ആ വെള്ളം 120 അടിയിൽ നിജപ്പെടുത്തണം. ഇപ്പോൾ 120 അടിയായി കുറക്കണം. അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക. പുതിയൊരു ഡാം പണിതതിന് ശേഷം വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം. കേരളം ഏകസ്വരത്തിൽ പറയുന്നു, തമിഴ്നാടിന് കൊടുക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും കുറവില്ലാതെ തമിഴ്നാടിന് നൽകുമെന്ന്. ഇപ്പോഴും നൽകുന്നുണ്ട്, അത് പുതിയ ഡാം നിർമ്മിച്ചാലും നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചില ഇടപെടലുകൾ വേണം. ആ ഇടപെടലുകളാണ്
കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്. ഇതേ ഭൂചലന സാധ്യത, എർത്ത് ക്യൂക്കിനുള്ള സാധ്യത ഇപ്പൊ വളരെ കൂടുതലല്ലേ? 2011 കമ്പയർ ചെയ്യുമ്പോൾ 2024 ഇനി വരും വർഷങ്ങളിൽ എർത്ത് ക്യൂക്കിനുള്ള പോസിബിലിറ്റീസ് ഹൈ പോസിബിലിറ്റിയാണ്. ഇനി അത് മാറ്റിവെക്ക്. പഠനങ്ങളെ കുറിച്ച് പറയുന്നു, പഠിച്ചവരെ കുറിച്ച് പറയുന്നു. ഈ പഠിച്ചവരും പഠനങ്ങളും നടത്തിയവരാണ് പറയുന്നത് ഈ സാധനം ഇത്രത്തോളം പഴക്കം ചെന്നൊരു സാധനം ഇങ്ങനെ നിന്നിട്ട് ഇതിന് ഹൈ പോസിബിലിറ്റിയാണ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ ഒരു ചാൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നത്? 2011 ഈ പഠനങ്ങളിലും ഈ എർത്ത് ക്യൂക്കിൻ്റെ കാര്യത്തിലും ഈ വെള്ളം സംഭരിച്ച് വെക്കുന്ന അളവിൻ്റെ കാര്യത്തിലും പുതിയൊരു ഡാമിൻ്റെ കാര്യത്തിലും പ്രപ്പോസലിനൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരുന്ന ഒരു പിണറായി സഖാവ് ഉണ്ടായിരുന്നു. അധികാരത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ സ്റ്റാലിൻ ഫ്രണ്ട് ആയതുകൊണ്ടും തമിഴ്നാട് അതങ്ങനെയാണല്ലോ, തമിഴ്നാടിനായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ മിനിസ്റ്റേഴ്സിനും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ വായെന്ന് പിന്നെ ഒന്നും വരൂല. അതെന്താണ് അവർ തമ്മിലുള്ള ടേംസ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഭരണം കിട്ടുന്നതിന് മുമ്പും ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന കാലഘട്ടത്തിലൊക്കെ പിണറായി വിജയൻ സഖാവിൻ്റെ ഫയർ വേറെയായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിലുള്ള ചിന്തകൾ വേറെയായിരുന്നു. അന്നൊക്കെ മനുഷ്യൻ്റെ കൺസേൺ മനസ്സിലായിരുന്നു പിണറായി സഖാവിന്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ പറയുന്നത് ഒരു വിഷയമില്ല, സ്ട്രോങ് ആണ് മുല്ലപ്പെരിയാർ ഡാമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയും പരിവാരങ്ങളും എല്ലാവരും കൂടിയും കുടുക്കി എടുത്തിട്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിൽ ഒരു റിസോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഭരിച്ചോ? അതിനടിയിൽ പോയിരുന്നു. നാട്ടുകാരെ അവർക്ക് ആവശ്യമുള്ള സെറ്റിൽമെൻറ്റും കാര്യങ്ങളും കൊടുത്ത് ഇത്രയും കാലം അവരവിടെ ജീവിച്ചിരുന്ന അവരുടെ സ്വത്തും സാധനങ്ങളൊക്കെ അവരവിടുന്ന് ഇട്ടിട്ട് പോകുമ്പോൾ അവരെ റീലൊക്കേറ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അവരവിടുന്ന് റീലൊക്കേറ്റ് ചെയ്യുക. ഇതിനടിയിലുള്ള ആളുകളൊക്കെ ഒന്ന് റീലൊക്കേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് മന്ത്രിമാർ ഫുള്ള് കൂട്ടമായിട്ട് ഇതിനടിയിൽ പോയി നിന്നു. അത്രയും സ്ട്രോങ് ഉള്ള സാധനമല്ലേ, അവിടെ പോയി നിന്നു. മഴക്കാലം വരുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ നിന്നു. നാട്ടുകാരൊക്കെ അവിടെ നിന്ന് മാറ്റി. ഇനിയൊരു ദുരന്തം വയ്യ. എന്തൊരവസ്ഥയാണ്. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ എന്നത് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ഏകീകരിച്ച ധാരണയുള്ള ഒരു പ്രശ്നമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഏകീകരിച്ച ധാരണയാണ്. അവിടെ ഡാമിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയത്തിന്റെ ഭാഗമായി ഡാം തകർന്നാൽ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ വെള്ളത്തിന്റെ പരിധി കുറച്ചു കൊണ്ടുവരണം. ശാശ്വതമായ പരിഹാരത്തിനായി ഒരു പുതിയ ഡാം പണിയണം. ഇതാണ് കേരളത്തിന്റെ ആവശ്യം. എല്ലാവരും ഏകീകരിച്ച് നിൽക്കുകയാണ്. കേരളത്തിന് ഈ ആവശ്യം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ ഒരു ആവശ്യം നടപ്പിലാക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട്? അതൊരു ചോദ്യം തന്നെയല്ലേ. ബട്ട് വൈ? എന്താണ് പ്രശ്നം? എന്താണ് തടസ്സം നിൽക്കുന്നത്? ആരാണ് തടസ്സം നിൽക്കുന്നത്? ഇനി ഈ ഡാമിനടിയിൽ താമസിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് കേട്ടോട്ടോ. ഇവിടെ ഇപ്പം വണ്ടിപ്പെരിയാറിലോട്ടാ വള്ളക്കടയോട്ടാ ഒരു പെണ്ണ് വേണമെന്നും പറഞ്ഞിട്ട് ഒരു പെണ്ണ് തരാനാണ്. ഈ മുല്ലപ്പെരിയാറിൻ്റെ നാട് താമസിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടുകയില്ല ഒരു ചെറുക്കന്മാർക്ക്. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സർക്കാർ ഇപ്പോൾ ഈ ദുരന്ത നിവാരണ സംവിധാനങ്ങളിലൊക്കെ പറയുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ മാറ്റി താമസിക്കും. ഇവിടെ നിന്നുള്ളവരെ മാറ്റി താമസിക്കും. ഡാമിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറിച്ച് നടലെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ താഴെ ഞങ്ങൾ താമസിക്കുന്നു. ഞങ്ങളൊരു 100 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെടുത്തിയേ ഞങ്ങളെ ഇവിടുന്ന് പറിച്ച് നടാനൊക്കെ ഉള്ളൂ. ഞങ്ങൾ എങ്ങോട്ട് പോകും? പറിച്ച് നട്ടാൽ ഞങ്ങൾ ഈ ഉണ്ടാക്കിയതും പിറക്കിയതും ഒക്കെ ഇത് എവിടെ ആര് തരും? അതിൽ പേദം മരിക്കാമെന്ന് എല്ലാവരും തീരുമാനിക്കുകയുള്ളൂ. അതാണ് അവസ്ഥ. ആ, ഈ കളക്ടറൊക്കെ പറയുന്നത് അത്ര ഭീതിതമായ അവസ്ഥയൊന്നുമല്ല. ഇതിങ്ങനെ ഭീതിപ്പെടുത്തേണ്ട സാഹചര്യം എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഇടുക്കി അങ്ങനെയാണോ? ജില്ലാ കളക്ടർ പുള്ളിക്ക് അറിയത്തില്ല, അറിവിൻ്റെ കുറവ് കൊണ്ടായിരിക്കും, അറിവില്ലായ്മ കൊണ്ടായിരിക്കും. തേക്കടി മുതൽ ഡെയിലി എത്ര ബോട്ടുകൾ ഈ ഡാമിൽ ഇപ്പോഴും വരുന്നുണ്ട്. ഇത് മുഴുവൻ വരുന്ന നമ്മുടെ ഇന്ത്യയുടെ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ്, ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ വന്ന് ഈ ബോട്ടിൽ വന്ന് കണ്ടു കേട്ട് പോകുന്നത്. ഇത് മുഴുവൻ ഈ ഒരു ഡാം നിൽക്കുന്നത് ആശ്രയിച്ചാണ് ഈ വിനോദസഞ്ചാരം തേക്കടി മുഴുവൻ നിൽക്കുന്നത്. ആ, ഇതിന് വല്ലതും സംഭവിച്ചു പോയാൽ ഇതൊന്നുമില്ല പോകും. തമിഴ്നാട് ഇതിലപ്പുറമായിട്ട് തമിഴ്നാടും വരണ്ടു പോകും, വെള്ളമില്ലാതെ. വെള്ളം കൊണ്ടാണല്ലോ അവർ. ആ, പിന്നെ നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു നമുക്ക്
പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. വെള്ളം മുഴുവൻ അവരെടുത്തോട്ടെ. അതെ, സംഭരണശേഷി കുറയ്ക്കണം. കുറച്ചിട്ട് നമുക്ക് സേഫ്റ്റി ആയിട്ട് കിടന്ന് ഉറങ്ങുകയും ആ ഒരു ഇത് മാത്രമേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഡാമിനടിയിലുള്ളവരുടെ ആവശ്യം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു ഡാം വരാൻ ഇപ്പോൾ എത്ര 1400 കോടീൻ്റെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് കുറേ പോസ്റ്റുകളൊക്കെ കണ്ടത്. ഇതിൻ്റെ ഒന്നും വേണ്ട. സംഭരണശേഷി കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനി അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും വെള്ളം വരുന്ന ഫോഴ്സിനൊരു കുറവ് കാണും. ഓക്കെ, ഇതതും ചെയ്യുന്നില്ല. പുതിയൊരു ഡാമിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷനും ചെയ്യുന്നില്ല. എന്ത് ചോദിച്ചാലും ഭയം വേണ്ട, ജാഗ്രത മതി, ഭയം വേണ്ട, ജാഗ്രത മതി. വർഷങ്ങൾക്ക് മുമ്പ് മൂപ്പർക്ക് ഈ ഡാം പുതുക്കി പണിയണം, ഇതിലെ സംഭരണശേഷി കുറയ്ക്കണം, എല്ലാമാണ്. ഇതേ പറഞ്ഞ ആൾ ഭരണത്തിലേക്ക് വന്നിട്ട് ഇപ്പം നാട്ടുകാർ ഈ വയനാടുണ്ടായ പോലത്തെ ഇൻസിഡൻറ്റ് ഇനി ആവർത്തിക്കുക, അതിലും ഡബിൾ അല്ലെങ്കിൽ ഒരു 100 ഇരട്ടി പ്രഹരശേഷിയുള്ള ഒരു ഡിസാസ്റ്ററാണ് ഈ തലേൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത്. സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ആളുകൾ വീണ്ടും ഇപ്പോൾ പലരും പറയും ഇത് മഴക്കാലത്ത് മാത്രമല്ലേ പൊട്ടി മുളയ്ക്കുന്നുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും നിനക്കൊന്നും പറയാൻ കണ്ടില്ലേടേ, ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരൂടെ. പ്രശ്നം വരുമ്പോഴല്ലേ സംസാരിക്കുക, അപ്പോഴല്ലേ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ. അപ്പം എന്താണെങ്കിലും അന്ന് പറഞ്ഞതൊന്ന്, ഇന്ന് പറയുന്നത് വേറെ. ഇങ്ങനെ ഒരു മുഖ്യനെയാണല്ലോ നമുക്ക് കിട്ടിയത്. എന്ത് കാരണം കൊണ്ടാണാവോ അങ്ങേര് ഇത് പറയുന്നത്? ഇനി ഗ്രാവിറ്റി ഡാം എന്നുള്ള കണ്ടുപിടുത്തം കൊണ്ടുവരുമായിരിക്കുമോ? ഇപ്പം ഇനി ലാസ്റ്റ് ഇനി അതേ ഇനി ബാക്കിയുള്ളൂ. മുല്ലപ്പെരിയാർ ഡാം ഈസ് എ ഗ്രാവിറ്റി ഡാം. ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് പോസിബിലിറ്റീസ് വളരെ കുറവാണ്. അങ്ങനെയൊക്കെ ഇപ്പം ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഗ്രാവിറ്റി ഡാം എന്താണെന്ന് നാളെ മൊത്തം ഇനി ഇരുന്ന് പഠിക്കണം. അല്ല, ഇവരടുത്ത വരവതായിരിക്കും ഇത് ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്.